ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നോക്കാം. എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണേ. പോസിറ്റീവ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് ടെമ്പറൻസ് ആണ്. അതായത് ഒരു കോംപ്രമൈസിലേക്ക്, ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ. അതായത് നമ്മളൊരു ബാലൻസ് ഇല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് മേ ബി നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലാണ് നിൽക്കുന്നത്, നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ബാലൻസ് ചെയ്യാനുള്ള പണം യൂണിവേഴ്സായിട്ട് നിങ്ങളിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരും എന്നാണ് കാണുന്നത്. ഇനി അത് ഒരു രണ്ട് മനുഷ്യരുടെ മനസ്സുകൾ തമ്മിലാണെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല, വഴക്കാണ്, അവിടെ ഒരു ബാലൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു കോംപ്രമൈസ് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു എഫേർട്ട് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിച്ചിട്ട് പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുക, നിങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഈക്വിലിബ്രിയം എന്ന് പറയുന്ന സാധനം നമുക്ക് അവിടെ നഷ്ടപ്പെടും. അപ്പോൾ ജീവിതത്തിൽ ഒരു സമവ്യയം അല്ലെങ്കിൽ ഒരു മിതവ്യയം പാലിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാകണം എന്നാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സംസാരിക്കുമ്പോൾ ആലോചിക്കുക, ഞാൻ ഇന്നത് പറയേണ്ട കാര്യമുണ്ടോ, ഞാനിപ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. അതുപോലെ പൈസ ചിലവാക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഞാനിത് സ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ വിനിമയം നടത്തുക എന്നുള്ളതാണ്. അത് സംസാരമായാലും പണമായാലും ആളുകളോടുള്ള അടുപ്പമായാലും എന്ത് തന്നെയായാലും ഒരു ബാലൻസിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. അതായത് ഒരു കോംപ്രമൈസ് സംഭവിക്കുന്നു, വഴക്കുണ്ടാക്കി നിൽക്കുന്ന ആളുകൾക്കിടയിലാണെങ്കിൽ ഒരു കോംപ്രമൈസ് വരുന്നു, ബാലൻസ് വരുന്നു എന്നാണ് ഈ ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത്. സോറി. സെക്കൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡാണ്, അതുപോലെ ഫിനാൻഷ്യൽ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പണം ഇന്ന് ധാരാളമായി വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പണം കിട്ടുന്ന എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ ഇന്ന് ആരംഭിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഒരു സംരംഭമായിട്ട് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിലോ അങ്ങനെ എന്തിലെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം കിട്ടുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ഒരു വിത്ത് വിതയ്ക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഈൽഡ് അല്ലെങ്കിൽ വിളവ് കിട്ടുന്നത് പിന്നീടായിരിക്കും, പക്ഷേ ഇന്നതിൻ്റെ വിത്ത് വിതയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ഇന്ന് അബണ്ടൻ്റ് ആണ്, മാത്രമല്ല ഫ്യൂച്ചറിലും ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാകാനുള്ള എന്തോ ഒരു കാര്യം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഇന്ന് നടത്തുന്നു എന്ന് ഇതിനർത്ഥമുണ്ട്. ഓക്കെ, അതുപോലെ ഇന്ന് പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പണത്തിന് ഹോപ്പനപ്പുറ ചൊല്ലണം കേട്ടോ. ഡിയർ മണി, പ്ലീസ് ഫോർ ഗിവ് മീ, ഐ ആം സോറി, ഐ ലവ് യു, താങ്ക് യു. ഈ ഹോപ്പനപ്പുറ പ്രെയർ നിങ്ങൾ സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇത്ര തുക എന്നിലേക്ക് വന്നതിന് നന്ദി എന്ന രീതിയിൽ നിങ്ങൾ അഫർമേഷൻസ് പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ സ്പിരിച്വൽ പേഴ്സൺ ആണ്. ഈ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് അറിയേണ്ടുന്ന രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളിന്ന് അറിയാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ പേഴ്സൺ, ഒരു ഫീമെയിൽ സ്പിരിച്വൽ പേഴ്സൺ ആണ്. നിങ്ങളിവരെ വഴിയിൽ കാണുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളോട് ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ചിലപ്പോൾ സംസാരിക്കുന്നതാവാം. ചിലപ്പോൾ നിങ്ങൾ ഇവരെ ഡെലിബറേറ്റായിട്ട് മനഃപൂർവ്വം ഇവരെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന് വേണ്ടി തന്നെ സമീപിക്കുന്നതാവാം. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് ഇന്നേ ദിവസം കിട്ടുന്നു, നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇത് കൂടുതൽ നിങ്ങളുടെ വസ്തുവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ മോസ്റ്റ്ലി നിങ്ങളുടെ വസ്തുവാണ്, വീട്, വസ്തു, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം. അത്തരത്തിലുള്ളൊരു കാര്യം നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് അതിൻ്റെ ഒരു സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പക്ഷേ അതറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ല, ഭയങ്കര ടെൻഷനാണ് തോന്നാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വസ്തു വിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും സമീപിക്കുന്നതാണെങ്കിൽ
അവിടെ നിന്ന് പോസിറ്റീവായിട്ട് മറുപടി ആയിരിക്കത്തില്ല, ടെൻഷൻ ഉണ്ടാക്കുന്ന മറുപടിയാണ് കിട്ടാൻ പോകുന്നത്. പക്ഷേ അതിനകത്ത് എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള പരിഹാര കർമ്മം ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. കൂടുതൽ നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഒരുപാട് ഈ ഒരു കാര്യത്തിനും പരിഹാര കർമ്മം ചെയ്യാൻ പോകരുത്. അതിൻ്റെ ആവശ്യമില്ല. എന്താണ് മിനിമലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം ചെയ്യുക. അതുപോലെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. ഒത്തിരി പൈസ മുടക്കിയിട്ട് നമ്മളൊരു കാര്യവും പരിഹാരം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളറിയാതെ മറഞ്ഞു കിടന്ന ചില രഹസ്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു വ്യക്തി, ഒരു സ്ത്രീയിൽ നിന്നും മനസ്സിലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. പക്ഷെ അത് അത്ര സുഖമുള്ള അറിവല്ല. മാത്രമല്ല നിങ്ങളത് ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അതുപോലെ ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സംസാരം ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഹാർട്ട് ബ്രോക്കൺ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അമ്മയോട് ഈ സ്വത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നൊക്കെ ആവാനും സാധ്യതയുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നാളത്തെ റീഡിങ്ങിലെങ്കിലും വന്ന് പറയണേ. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആക്കി നാളത്തെ റീഡിങ്ങിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല കേട്ടോ. ദെൻ സ്റ്റാർ കാർഡാണ്. വളരെ പ്രതീക്ഷയുള്ള ദിവസമാണ്. അതുപോലെ നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാൻ പറ്റും, വളരെ ഫെർട്ടൈലായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ കാർഡ് മറപ്പോയി. ക്ലാരിറ്റി എടുത്ത കാർഡിൽ നിന്നാണ് ആ കാർഡ് എടുത്തത്, അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പം സ്റ്റാർ കാർഡ് പറയുന്നത് നമുക്ക് പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതാണ്. പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു. അതുപോലെ നമ്മൾ വളരെ ഫെർട്ടൈലായിട്ടിരിക്കുന്നു. അതായത് നമ്മളിന്ന് എന്ത് ചെയ്താലും അതിനൊരു ഫലമുണ്ടായിരിക്കും. നമ്മൾ എത്രത്തോളം നമ്മൾ ഫെർട്ടൈലാണ്. നമ്മളിന്ന് വളരെ റീപ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളുകളാണിപ്പോൾ. നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ നമുക്കിന്ന് നമ്മളെന്ത് ആഗ്രഹിക്കുന്നോ അതിൽ നമ്മളൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഹീലിങ്ങിൽ ഏർപ്പെടുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ഹീലിംഗ് പഠിക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. ഹീൽ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾ ഹീലിംഗ് പഠിക്കുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് ഇത്രയും കാലം ജീവിച്ചപ്പോൾ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവിച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. അയ്യോ, ഇതെന്താ, ഞാൻ ഇങ്ങനെ വിചാരിച്ചത് തന്നെ സംഭവിക്കുന്നല്ലോ, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കാണുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ തന്നെ ഇങ്ങനെ അടിക്കടി വരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഭയങ്കര വണ്ടർഫുൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ഓർത്തത്, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്കൊരു മിറാക്കിൾ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ബിഗ് ടിക്കറ്റിന് പ്രൈസ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ആ റീഡിങ് എടുത്ത് നിങ്ങളത് കേട്ടു, നിങ്ങൾക്കത് റെസനേറ്റായി, നിങ്ങളത് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സംഭവിച്ചു കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഈ പ്രൈസ് മണികൾ കിട്ടുമ്പോഴേ അത് ശരിക്കും നമ്മൾ ഹാർഡ് ഏൺഡ് മണി അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മളെപ്പോഴും ജനറസ് ആയിട്ട് മറ്റുള്ള അർഹതയുള്ള ആളുകൾക്ക് കൊടുക്കാൻ മറക്കരുത്. ആഹാരമായിട്ട് കൊടുക്കുന്നതാണെന്നല്ല കേട്ടോ. ഒരു നേരത്തെ ആഹാരം കുറച്ച് പേർക്ക് കൊടുക്കുന്നതോ നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതോ ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ മറക്കില്ല. വളരെ സന്തോഷമുണ്ട് വന്ന് പറഞ്ഞതിൽ. ഓക്കെ, ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വീണ്ടും വന്നിരിക്കുന്നത്. ഒരു നിധി പോലൊരു കാര്യം, അല്ലെങ്കിൽ പല സോഴ്സിൽ നിന്ന് പണം വരിക, വീട്ടിൽ നിന്ന് നമ്മുടെ പാരമ്പര്യ സ്വത്തിൽ നിന്ന് വീതം കിട്ടുക, അങ്ങനെയൊക്കെയുള്ള എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്ന് പണം വരുന്നു എന്നാണ്, ധാരാളം പണം വരുന്നു എന്നാണ്, ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. കൂടുതലും വീട്ടിൽ നിന്ന് പണം കിട്ടുക, വീടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുക, വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പണം വിനിയോഗിക്കുക, EMI അടയ്ക്കുക, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുക, അതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും വീടുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം പണം വിനിമയം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ധാരാളം പണം വരുന്നതായിട്ടും അതുപോലെ തന്നെ വീടിന് വേണ്ടി പണം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തായാലും റിച്ച് ആയിട്ടുള്ള ഒരു അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് സോർഡ്സ് ആണ്. ഇതൊരു പെയിൻഫുൾ എൻഡിങ് ആണ്. അത് ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡിങ് ആണ്. ഒരു സൈക്കിൾ തന്നെ ഉണ്ടായി പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ജോബ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞൊരു എനർജിയാണ്. ജോബ് നഷ്ടപ്പെടുക, നമ്മൾ നാണം കെടുക, അതുപോലെ റിലേഷൻഷിപ്പ് എൻഡ് ആവുക, പിന്നെന്താണ് മോസ്റ്റ്ലി ജോബ് നഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അത് നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വേണ്ടാത്ത ജോലിയായിരിക്കും, നിങ്ങളത് വിട്ട് കളയുന്നതായിരിക്കും. എങ്കിലും മണി എനർജിയുടെ ഒരു ഫ്ലോ നിലയ്ക്കുന്ന എനർജിയാണ്. അതായത് നമ്മൾ
നമ്മൾ ലൈവ്ലിഹുഡിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലി അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് വന്നുകൊണ്ടിരുന്ന സാലറി അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു നമുക്കുണ്ടായിരുന്ന ഒരു ഫ്ലോ നമ്മളവിടെ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് കേട്ടോ. നാണം കെടുക എന്നൊരു എനർജി ഉണ്ട്, ജോലി നഷ്ടപ്പെടുക എന്നൊരു എനർജി ഉണ്ട്. അതുപോലെ പിന്നിൽ നിന്ന് കുത്തുക, വീഴുക, സർജറി നടക്കുക, സൂക്ഷിക്കണം. വണ്ടിയൊക്കെ ഓടിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. 10 ഓഫ് സോർഡ് എന്ന് പറയുന്നത് നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ചതി കൊണ്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് ഈ 10 ഓഫ് സോർഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വരാനുള്ളത് വരും. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ ഭാഗം ശ്രദ്ധിച്ച് വേണമെന്ന് പോകാനായിട്ട്. 10 ഓഫ് സോർഡ് എന്ന് പറയുന്നത് ഒരു കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ്. ഒരു 10 ആണല്ലോ, 10 എപ്പോഴും ഒരു കംപ്ലീഷനാണ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ നമ്മളിൽ പരിവർത്തനം വരുത്താൻ വേണ്ടിയിട്ട് കാർമിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ്. പെയിൻഫുൾ എൻഡിങ് ആണത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. മുറിവ് പറ്റാതെ പൊള്ളാതെ ഒക്കെ സൂക്ഷിക്കണം കേട്ടോ. വീണ്ടും 9 ഓഫ് സോർഡ് വരുന്നുണ്ട്. ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ലേഡീസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കണം കേട്ടോ. അത് കാരണം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു മനസ്സിൽ. മാനസികമായിട്ട് നമ്മൾ ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇത് കുഞ്ഞിന് അബോർഷനായി പോകുമെന്ന് പേടിക്കുന്നതായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജി കാണുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് ദൈവം തന്നതാണെങ്കിൽ നമുക്കതിന് ഭാഗ്യമുണ്ടെങ്കിൽ അത് നമ്മളിലൂടെ പുറത്ത് വരിക തന്നെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് തീർച്ചയായിട്ടും അതൊരു മാനിഫെസ്റ്റേഷൻ ആവും തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുക, മാനസികമായ സംഘർഷം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് മാനസികമായിട്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലിരിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ റിലേഷൻഷിപ്പ് എൻഡപ്പായിട്ട് കടുത്ത ട്രോമയിലിരിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു. ഉറങ്ങാതെ രാത്രി കരഞ്ഞുകൊണ്ടിരുന്നവരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾ കരയേണ്ട, അത് നമുക്കുള്ളതല്ല. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളിൽ നിന്നത് വിട്ടുപോകും. അല്ലെങ്കിൽ നമ്മളിൽ നിന്നത് വിട്ടുപോകാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിന് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യും. കാരണം അതല്ല നമുക്ക് വരേണ്ടത്, അതിനേക്കാൾ മികച്ചതാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ അത് നമ്മളിലേക്ക് എത്താൻ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. അത്തരത്തിൽ നമ്മളിൽ നിന്ന് അത് എടുത്തു മാറ്റിയെന്ന് മാത്രമേ നമ്മളിവിടെ വിചാരിക്കേണ്ടതുള്ളൂ. അതാണ് 10 ഓഫ് സോർഡ്. അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊരു കാർമികമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് എൻ്റെ പൈ പൊക്കോട്ടെ എന്നാണ് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. ഇനി എന്തെങ്കിലും അസുഖങ്ങൾ, രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ അസുഖം, വയറുവേദനയോ പനിയോ ചുമയോ ചെവിക്ക് വേദനയൊക്കെ വന്നിട്ട് ഉറങ്ങാതിരുന്നവരായിരിക്കും. എന്തായാലും കുറച്ച് പേര് ഉറങ്ങാതിരുന്ന് കരഞ്ഞതായിട്ടും ഉറങ്ങാതിരുന്ന് മാനസിക സമ്മർദ്ദം അനുഭവിച്ചായിട്ടും കാണുന്നുണ്ട്. പേടിക്കേണ്ട, അത് ചിലപ്പോൾ നമ്മുടെ ചില കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് ബോഡിയിലെ സ്ട്രൈഫ് വരുന്നത് പുറത്തേക്ക് പോകുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഹാങ്ങഡ്മാനാണ്. അപ്പോൾ ചിലപ്പോൾ തലകറക്കം ഉണ്ടാവാനും പ്രഷർ വേരിയേഷൻ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. നിങ്ങൾ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് ഉറങ്ങണം. അതിപ്പോൾ എത്ര നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ കിടന്നുറങ്ങിയിട്ട് എത്ര നേരത്തെ എണീക്കാമോ അത്രയും നേരത്തെ എണീക്കുക. ഉറക്കം കുറയും തോറും തലകറക്കം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും കേട്ടോ. ഈ 10 ഓഫ് പെന്റക്കിൾസിനകത്ത് അതൊരു ഫാമിലി കാർഡാണെന്ന് ഞാൻ പറയാൻ മറന്നുപോയി. ഫാമിലി കാർഡാണ്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഫാമിലിയോടൊപ്പം പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫാമിലിയോടൊപ്പം പുറത്തു പോവുക, ഔട്ടിങ് നടത്തുക, ഹാപ്പി ആയിട്ടിരിക്കുക. പണം ചിലവാക്കുന്ന എനർജിയാണ്. അപ്പോൾ പണം കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ പണം ചിലവാകുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. ഞാനത് പറയാൻ മറന്നുപോയതാണ്. ഹാങ്ങഡ്മാൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. തലകറക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയാണ്. പ്രോക്രാസ്റ്റിനേഷനാണ്. അതായത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെക്കുക. അതുപോലെ അവസാനം എൻ്റെ ദൈവമേ എന്നെക്കൊണ്ട് ഇത് പറ്റുന്നില്ല, എന്താണെന്ന് വെച്ചാൽ നീയായിട്ട് തീരുമാനിക്കുക പറഞ്ഞാൽ നമ്മൾ സറണ്ടർ ചെയ്യത്തില്ലേ, അത്തരത്തിൽ സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല ഒരു തീരുമാനം എടുക്കാനെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനെ വിളിച്ചിട്ട് എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ദൈവമേ നീ എന്നെ ഒന്ന് സഹായിക്കണം, ഞാനത് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞേക്കാം. സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് സംഭവിച്ചാലും അത് നീയാണ് എനിക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുന്നത്, അപ്പോൾ നിനക്കാണ് ഇതിൻ്റെ എനർജി, അല്ലെങ്കിൽ നീയാണിത് ചെയ്യുന്നതെന്നുള്ളത് ഒരു നമ്മൾ അതിലോട്ടങ്ങ് സറണ്ടർ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്തത് നമ്മളങ്ങ് സാക്രിഫൈസ് ചെയ്ത് കളയണം. വേണ്ടാന്നുള്ളത് വേണ്ടാന്ന് തന്നെ വെക്കുന്നതാണ് ഇന്നത്തെ ദിവസം നല്ലത്. സോറി. നെക്സ്റ്റ് 5 ഓഫ് സോർഡ്സ് ആണ്. ഈ മറ്റുള്ളവർ നമ്മളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ
നമ്മളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതാണ് 5 ഓഫ് സോഡ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾ നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറുന്നത് സ്നേഹം കൊണ്ട് തന്നെയാണോ അതോ എന്തെങ്കിലും മുതലെടുപ്പിന് വേണ്ടിയിട്ടാണോ എന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത് എന്ത് വില കൊടുത്ത് നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പഞ്ചായ വർത്താനം പറഞ്ഞുകൊണ്ട് വന്ന് നമ്മളെ മണിയടിച്ച് കുളിപ്പിച്ച് കിടത്തുക എന്നൊക്കെ പറയുന്നത് എന്നിട്ട് അവരവരുടെ കാര്യം കണ്ടുകൊണ്ട് പോകുന്ന കാര്യമാണ് കേട്ടോ. അത് ഫിനാൻഷ്യലി ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ വണ്ടി ഉപയോഗിക്കുന്നതാവാം, ചിലപ്പോൾ നമ്മളെക്കൊണ്ട് അവരെന്തെങ്കിലും പൈസ മുടക്കിക്കുന്നോ അങ്ങനെയൊക്കെ ആവാം. അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മളെ മണിയടിച്ച് കൂടെ നിന്നിട്ട് അവരതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്ന കാർഡാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. ഇതൊരു കോമ്പറ്റീഷൻ്റെയും ചലഞ്ചിൻ്റെയും ഒക്കെ കാർഡാണ്. അപ്പം അത്തരത്തിൽ സ്വാർത്ഥനായിട്ടുള്ള ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിത് പ്രത്യേകം അത് മനസ്സിലാക്കി മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവർ നമ്മളെ മുതലാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ ഇമോഷണലി നമ്മളെ ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അത് പ്രിയപ്പെട്ട ആളുകളാണ്. നമ്മളോട് കൂടി നിന്നിട്ട് മറ്റുള്ള ആളുകളെ കാണുമ്പോഴത്തേക്ക് നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുക, ഹേർട്ട് ആവുക എന്നൊക്കെ പറയത്തില്ല, ആ ഒരു എനർജിയാണ് കേട്ടോ. ടവറുണ്ട്, അപ്പോൾ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ടവർ ഉള്ളത് കൊണ്ട് നമ്മൾ വീഴലുകളെ ഭയക്കണം, വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ എന്താണ് പെട്ടെന്നൊരു തിരിച്ചടി കിട്ടുക, പെട്ടെന്നൊരു സത്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളതിന് താങ്ങാനുള്ളൊരു പ്രാപ്തി നമ്മുടെ ശരീരത്തിന് മനസ്സിലുണ്ടാകത്തില്ല. അപ്പോഴാണ് നമ്മൾ ഭയങ്കര സ്ട്രഗിൾഡായി പോകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് കാണുന്നത്. വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ചെറുതായിട്ടാണെങ്കിലും വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കൂട്ടിയിടിയുടെയൊക്കെ ഒരു കാർഡാണ് ഈ ടവർ എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് വീഴുക എന്നൊക്കെ ഉള്ളൊരു കാർഡാണ്. അപ്പോൾ അത്തരത്തിലുള്ള എനർജീസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് കൃത്യമായ മുന്നൊരുക്കം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നമ്മൾ ശ്രദ്ധിക്കണം. അത് വേറെ ആരും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ബോട്ടം വന്നിരിക്കുന്ന 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു ഫാമിലി കാർഡാണ്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യും, ആഘോഷത്തിൽ പങ്കെടുക്കും, ഹാപ്പി ഫാമിലിയാണ്. അപ്പം നിങ്ങൾ മക്കളോടും ഹസ്ബൻഡിനോടും ഒക്കെ ഉൾപ്പെടെ നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടായിരിക്കും, ചില്ല് ചെയ്യുന്നുണ്ടായിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും എന്നൊക്കെയാണ് കാണുന്നത്. പണം ഓൾറെഡി സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ധാരാളം പണം വീട്ടിലേക്ക് വരുമെന്നും വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്ത് എല്ലാവരും കൂടെ പോയാൽ ഇഷ്ടംപോലെ പൈസ ചിലവാകുമെന്നും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഹാപ്പി ടൈം ഉണ്ട് ടുഗദർ. ഫാമിലി കാർഡാണ്. ഫാമിലി ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് റീയൂണിയൻ ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഫാമിലി റീയൂണിയൻ ഉണ്ട്. അതുപോലെ ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകൾക്കും ഒരു റീയൂണിയൻ ഉണ്ടെന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ പറയാൻ മറക്കല്ലേ.